സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഡയമണ്ട് താലിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ പുതിയത് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഡയമണ്ടിന് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് അടിപൊളി കളക്ഷൻസ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താലിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഏകദേശം 850 മില്ലിഗ്രാം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഇലയുടെ ഷേപ്പ്, അതായത് നോർമൽ നമുക്ക് വരുന്ന താലിയിൽ സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഗോൾഡിൻ്റെ താലി, ഈ റൗണ്ടിൽ അതായത് ഈ ഇല ഷേപ്പിൽ വരുന്നത് മൊത്തം ഡയമണ്ട്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു കുഞ്ഞൊരു ഇലത്താലി കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നത്. അതായത് ഒരുപാട് വലിയ താലികൾ ഇഷ്ടപ്പെടാത്ത കൊച്ചു താലികൾ ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ഡെയിലി യൂസിന് ഏറ്റവും നല്ലത് കൊച്ചു താലികളാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റേറ്റ് ഒന്നും ആരും പേടിക്കേണ്ട. ചെറിയ വിലയ്ക്ക് നമുക്കിത് കിട്ടും. 850 മില്ലി ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ തൂക്കം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 850 മില്ലി, 1 ഗ്രാം 1.5 ഗ്രാം വരെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ വലതുവശത്ത് ആദ്യം കാണുന്നതാണ് 850 മില്ലിയുടെ സൈസ്. നിങ്ങൾക്ക് സൈസ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിരലിനകത്ത് വെച്ച് അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. രണ്ടാമത് കാണുന്നത് 1 ഗ്രാമും ലാസ്റ്റ് കാണുന്നത് 1.5 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. പിന്നെ വരുന്ന താലി എന്ന് പറയുന്നത് മിന്നാണ്. ക്രിസ്ത്യൻ മിന്നെന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ 2 കളക്ഷനാണ് കാണിക്കുന്നത്. 1 ഗ്രാം 1.25 ഗ്രാം തൂക്കം വരുന്ന 2 കളക്ഷനാണ്. ഇതിനകത്ത് മുത്തിനൊരു കണക്കുണ്ട്. 7 മുത്ത് 9 മുത്ത് എന്നുള്ള രീതിയിൽ 2 കണക്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഏത് മുത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അത് കിട്ടും. ഞാനിപ്പോൾ 7 മുത്തിൻ്റെയാണ് നിങ്ങൾക്ക് കാണിച്ചു വരുന്നത്. ഇത് കൂടാതെ 9 മുത്തിൻ്റെയും ഈ താലി അവൈലബിൾ ആണ്. കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞനായിട്ടുള്ള താലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം 1/2 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. ഇത് വളരെ ചെറുതാണ്. ഏറ്റവും ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 18 ക്യാരറ്റിൻ്റെ 2 ഗ്രാം 3 ഗ്രാമിൻ്റെ ഒക്കെ ചെയിനിലൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി താലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നോർമൽ നമുക്ക് വരുന്ന പുളിയിലെ താലി, അത് നമുക്ക് ഈ പറഞ്ഞ 1/2 ഗ്രാം 3/4 ഗ്രാം 1 ഗ്രാം 1.5 ഗ്രാമിൻ്റെയൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 1 ഗ്രാമിൻ്റെ താലിയാണ്. അതിനകത്ത് സെൻറ്ററിലൊരു ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് അതിൻ്റെ സൈസിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരും. അതല്ലാതെ വേറെ ബാക്കിയെല്ലാം നോർമൽ തന്നെയായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന താലികളെല്ലാം ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ 18 ക്യാരറ്റ് ആയിരിക്കും അതിൻ്റെ പ്യൂരിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് കുറവായതുകൊണ്ട് നിങ്ങൾക്കത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് ഡയമണ്ടിൻ്റെ താലികൾ. ഇപ്പോൾ കൂടുതലും ആളുകൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ വൈറലാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കളക്ഷനാണ് ഇപ്പോൾ കൂടുതലും ആളുകൾ അന്വേഷിക്കുന്നത്. ബാക്കി മോഡൽസുകളും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളക്ഷനാണ്. താലി മാത്രമല്ല, 1 ഗ്രാം 1/2 ഗ്രാം 3/4 ഗ്രാം വരുന്ന കുരിശുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതും ഡയമണ്ട് തന്നെയാണ്. അപ്പോൾ ക്രിസ്ത്യൻസിലൊക്കെ എന്തായാലും മിന്നെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കുരിശും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4 വെറൈറ്റി കളക്ഷൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന തൂക്കത്തിലുള്ളതാണ് സാധനങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് കാണിച്ച താലികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ കല്യാണമൊക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ ഉണ്ടെന്ന് അവരോട് പറയണം. നമ്മുടെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതനുസരിച്ചാണ് നമുക്ക് പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കളക്ഷൻസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ വൈറലായിട്ടുള്ള ആ താലിയാണ്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അതെന്തെങ്കിലും മോഡൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് ചെയ്താൽ മതി. നമ്മളത് അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ കിടലിനൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.